എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതിൻ്റെ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th തന്നെ ആദ്യത്തെ ചാപ്റ്ററാണ്. നോക്കാം. പ്രഥമഃ പാഠഃ വനരാജി സമ്പദഃ. പാഠപ്രവേശഃ. ആദ്യം നമുക്ക് പാഠപ്രവേശം നോക്കാം. വന്യജീവി വാരാചരണം. വന്യജീവി വാരാചരണം കഥാ ഭവതി. എപ്പോഴാകുന്നു? തസ്മിൻ സമയേ. ആ സമയത്ത് ഭവന്തഃ നിങ്ങൾ കിം കിം കുറുവന്തി എന്തെല്ലാം ചെയ്യുന്നു. പ്രതിവർഷം എല്ലാ വർഷവും കതി എത്ര വൃക്ഷാൻ വൃക്ഷങ്ങൾ വയം നമ്മൾ രോപയാമഹ നടുന്നു. ഏതാദൃശസ്യ ഇപ്രകാരത്തിൽ വൃക്ഷാരോപണസ്യ വൃക്ഷങ്ങൾ നടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യാനാം പോഷണം. സസ്യങ്ങളുടെ പോഷണവും പാലനവും അസ്മാകം നമ്മുടെ കർത്തവ്യം ആണെന്ന് ജാനീമഹ ഖലു അറിയണം. സർവജീവീനാം എല്ലാ ജീവികളുടെയും സുസ്ഥിതിക്കായിക്കൊണ്ട് സസ്യങ്ങൾ അത്യന്താപേക്ഷിതങ്ങളാകുന്നു. സസ്യസമ്പന്നമായ കാനനം കാട്. തു പ്രകൃതേഹേ കാടാകട്ടെ. തു എന്ന് പറഞ്ഞാൽ ആകട്ടെ. പ്രകൃതേഹേ പ്രകൃതിയുടെ അവിഭാജ്യ ഭാഗോ അസ്തി അവിഭാജ്യ ഘടകമാകുന്നു. കസ്യചിത് വനസ്യ ഒരു വനത്തിൻ്റെ വാഗ്മയ ചിത്രം പശ്യാമഹ നമുക്ക് കാണാം. ഇനി പദത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. പ്രതിവർഷം എല്ലാ വർഷവും, രോപയാമഹ നട്ടുവളർത്തുന്നു, പോഷണം വർദ്ധിപ്പിക്കൽ, പാലനം സംരക്ഷിക്കൽ, സുസ്ഥിതി നല്ല നിലനിൽപ്പ്. സസ്യസമ്പന്നം സസ്യസമൃദ്ധം. അവിഭാജ്യം വിഭജിക്കാനാകാത്ത. വാഗ്മയ ചിത്രം വാക്കുകളെ കൊണ്ട് വരച്ച ചിത്രം. ഇത് നമ്മൾ ഇന്നലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ച കാര്യമാണ്. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3 ലോക വന്യജീവി ദിനം. അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ലോകം മുഴുവനുമുള്ള വന്യജീവികളോട് സഹജീവി അവബോധവും സംരക്ഷണ തൽപരതയും വളർത്തുക. രണ്ടാമത്തത് വന്യജീവികളുടെ വംശനാശം തടയുക എന്നിവയാണ് ഈ ദിനാചരണങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇനി വനമഹോത്സവം എന്ന് തൊട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത് എന്ന് ചോദിച്ചാൽ ജൂൺ 1 തൊട്ട് 7 വരെയാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അവയെ സംരക്ഷിക്കുക വഴി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സുസ്ഥിതി ഉറപ്പുവരുത്തുകയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നന്നായി പഠിക്കുക കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.